ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മൂല്യത്തകർച്ചയെന്ന് പറയുന്നത് ഭീകരമാണ്. സമ്പൂർണ്ണമായിട്ടും ഒരു വലതുവൽക്കരിക്കപ്പെട്ട ഇടതുപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വികസന സങ്കല്പവും ആ നിലയിലോട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദളിത് ആദിവാസി വിരുദ്ധമായിട്ടുള്ള ഒരു വികസന സങ്കല്പമാണ് ഇടത് സർക്കാർ കഴിഞ്ഞ 9 കൊല്ലവും തുടർന്നതെന്ന് നമുക്ക് വ്യക്തമാകും. മാത്രമല്ല, ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കേരള മോഡൽ നമ്മുടെ മുന്നിലുണ്ട്. ഈ കേരള മോഡൽ തന്നെ സമ്പൂർണ്ണമായിട്ടും ദളിത് വിരുദ്ധം, ദളിത് ആദിവാസി പാർശ്വവൽക്കൃത വിരുദ്ധമാണെന്ന് നമുക്ക് ഡേറ്റകളുടെ പിൻബലത്തിൽ പറയാനായിട്ട് കഴിയും. അത് പലവട്ടം സന്തോഷ് കുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ വികസന സങ്കല്പം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഇപ്പോൾ 10,000-കണക്കിന് കോടി മുടക്കുന്ന പ്രോജക്റ്റുകൾ, അതിപ്പം മെട്രോ റെയിലും മോണോ റെയിലും കണ്ടെയ്നർ ടെർമിനലും അതുപോലെ തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റും അതിവേഗ പാതകളും ഇങ്ങനെ തുടങ്ങിയ ഒരു മുതലാളിത്ത പക്ഷ വികസന സങ്കല്പമാണ് ഇടതുപക്ഷം പോലും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളതിൻ്റെ മറുഭാഗത്ത് ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു വികസനത്തിലൊരു ഇരട്ട നീതിയും ഇരട്ട വികസനവും വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ദളിത് ആദിവാസികൾ നേരിടുന്ന വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സമ്പൂർണ്ണമായ പുറന്തള്ളലുകളാണ് ദളിതർ നേരിടുന്നത്. വിശേഷിച്ചും ഇപ്പോൾ ഈ ഗ്രാൻഡ് പോലും നിഷേധിക്കപ്പെടുന്നത് ബോധപൂർവമാണെന്നുള്ള ഒരു വിശ്വാസമാണ് ദളിത് വിഭാഗങ്ങൾ ഒന്നാകെ പുലർത്തി വരുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായി ദളിതരെ വികസനത്തിൽ നിന്നും പുറന്തള്ളുന്ന ഒരു വികസന നയമാണ് LDF പുലർത്തുന്നതെന്നാണ് ഒരു 100% ദളിത് സംഘടനകളും ദളിത് നേതാക്കളും ആരോപിക്കുന്നത്. ഒരുപക്ഷെ അവർ UDF സപ്പോർട്ട് ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. അതായത് ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പുറന്തള്ളലിന് വിധേയമായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സംഘടനകളൊക്കെ തന്നെ UDF അൺകണ്ടീഷണൽ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു പ്രോ UDF തരംഗം തന്നെ ദളിതരുടെ ഇടയിൽ, ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ നടക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പാർശ്വവൽക്കൃത വിഭാഗങ്ങളായിട്ടുള്ള ദളിതർ, ആദിവാസികൾ, അതുപോലെ തോട്ടം തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയ വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഉൾക്കൊള്ളാതെയാണ് അവർ, പ്രത്യയശാസ്ത്രപരമായിട്ട് ആരാണ് ഉൾക്കൊള്ളേണ്ടത് അവരെ ഉൾക്കൊള്ളാതെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ആക്ഷേപം ശരിയാണോ? അല്ല, അത് ആക്ഷേപമല്ല, അതൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഈ കേരളം രൂപീകൃതമായിട്ട്, അതായത് ഈ കഴിഞ്ഞൊരു 10 കൊല്ലം മാത്രമല്ല, കേരളം രൂപീകൃതമായതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 10 കൊല്ലം അതിരൂക്ഷമായെന്നേ ഉള്ളൂ. അതായത് കേരളത്തിൻ്റെ ഈ ഒരു സാമൂഹ്യ പുറന്തള്ളൽ അതിരൂക്ഷമായെന്നേ ഉള്ളൂ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനകത്ത്. യഥാർത്ഥത്തിൽ കേരളം രൂപീകൃതമായ ഘട്ടത്തിൽ തൊട്ട്, കേരളം രൂപീകൃതമായ ഒരു ഘട്ടം തൊട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആദിവാസികളെയും ദളിതരെയും മത്സ്യത്തൊഴിലാളികളെ, തോട്ടം മേഖലയിലെ തൊഴിലാളികളെ, സ്ത്രീകളെ ഒക്കെ തന്നെ അതിപിന്നോക്കരായ മനുഷ്യരെ മുഴുവൻ വളരെ സ്വാഭാവികമായും പുറന്തള്ളുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രക്രിയയാണ് ഈ കേരളം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ ഒരു വികസന പരിപ്രേക്ഷ്യം തന്നെ മധ്യമജാതികളിലും സവർണജാതിയിലും കേന്ദ്രീകൃതമായ ഒരു വികസന സങ്കല്പനമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ വികസന സങ്കല്പനമായി കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണം എടുത്തു. അതിനുശേഷം വന്ന ഈ പറയുന്ന എയ്ഡഡ് മേഖലയുടെ സെക്ടർ നോക്കിയിരുന്നിരുന്നാലും, അധികാര വികേന്ദ്രീകരണം നോക്കിയിരുന്നിരുന്നാലും, ഈ പറയുന്ന കേരളം ഫോളോ ചെയ്ത് വന്ന പല മേഖലകളിലെ വികസനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ വിഭാഗങ്ങളെ പുറന്തള്ളുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്നൊരു സാധനമാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞൊരു ക്ലീശയായ സംഗതിയാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയ ആരാണ്? കർഷകരായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ സവർണ സമുദായങ്ങളും മധ്യമജാതികളുമാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ആകും പൈങ്കിളി എന്ന് പറഞ്ഞ് ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മാറിയ കേരളത്തിലെ ആദിവാസികൾക്കും ദളിതർക്കും 3-5 സെൻറ്റ് ഭൂമിയാണ് കിട്ടിയത്. ആ 3-5 ഭൂമി കിട്ടി മിച്ചം വന്ന മനുഷ്യരെ ആണ് പിന്നീട് മിച്ചം വന്ന മനുഷ്യരെ പിന്നീട് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ കോളനികൾ തുടങ്ങുന്നത്.
കേരളം ഉണ്ടായ പരശുരാമന് മഴു എറിഞ്ഞ് കേരളം ഉണ്ടായ കാലം തൊട്ട് കേരളത്തിൽ കോളനിയൊന്നുമില്ല. കേരളത്തിലെ കോളനികളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70കൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 100-ൽ താഴെ കോളനികളേ ഉള്ളൂ. ആ കോളനികൾ എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള ഭൂമിയുള്ള കുടുംബങ്ങൾക്ക് ഭൂമിയുള്ള കോളനികളായിട്ടാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. പക്ഷേ 70-ന് ശേഷം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം മിച്ചം വന്ന ഈ ലക്ഷക്കണക്കിന് ദലിതാദിവാസികളെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്നുള്ള കേരളത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് കേരളത്തിൽ EMS ഭവന പദ്ധതിയും ലക്ഷം വീട് കോളനികളും ഹരിജൻ കോളനികളൊക്കെ രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഒരു വാസത്തിൻ്റെ പ്രശ്നമല്ല, അവർക്കൊരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമല്ല, മറിച്ച് കേരളം എങ്ങനെയാണ് ഒരു വലിയ സ്വത്തുടമസ്ഥതയിൽ നിന്ന് ഒരു വികസന പ്രക്രിയയിൽ നിന്നും ആദിവാസികളെ ദലിതരെ പുറന്തള്ളി എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ, നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന ഒരു ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ ഏറ്റവും നമ്മളെപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖല. ഈ കേരള മോഡൽ, ഇപ്പം മുരളി മാഷ് സൂചിപ്പിച്ചതുപോലെ കേരളം എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒരു സാധനമാണ് കേരള മോഡൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് കേരളം മറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറവ് ദേശീയ വികസനം ഏറ്റവും കുറവായിരിക്കുമ്പോൾ തന്നെ ശിശുമരണ നിരക്ക്, അതേപോലെ തന്നെ ആയുരാരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഹ്യൂമൻ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഏതാണ്ട് യൂറോപ്പിന് ഇക്വലൻ്റായിട്ടുള്ള ഒരു ജീവിത നിലവാരമാണ് കേരളത്തിലുള്ളതെന്നും അതാണ് കേരള മോഡൽ എന്ന് പറയുന്ന സംഗതി എന്നൊക്കെ പറഞ്ഞ് ഈ കൊട്ടിഘോഷിക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത്. ഈ കേരള മോഡൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മോഡൽ പദ്ധതി എന്ന് ഏതാണ്ട് പൊളിഞ്ഞ് തരിപ്പണമായി. അത് ഇപ്പം ഇന്ന് ഈ ഇടതുപക്ഷത്തു നിന്നുള്ള ചില എക്കണോമിസ്റ്റുകളും വിദഗ്ധരും ഇടതുപക്ഷക്കാരും അല്ലാതെ അതാരും ഇപ്പം അങ്ങനെ കൊണ്ട് ആടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 80കളൊക്കെ എടുക്കുന്ന സമയത്ത് 80കൾ 90കളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാളും താഴെയാണ് കേരളം എന്ന് പറയുന്നത്. കേരളം ഈ ഭൂപരിഷ്കരണവും ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലും ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയെന്ന് പറയുന്ന കാലത്ത് കേരളത്തിൻ്റെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്. ദേശീയ ശരാശരിയേക്കാളും താഴെയാണ്. ഈ CDSലെ പ്രൊഫസറുണ്ട്, പ്രൊഫസർ ഇരുൾദയൻ രാജൻ എന്ന് പറയും. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മലയാളികൾ ഗൾഫിൽ പോയില്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് മൈഗ്രേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു, മലയാളി പട്ടിണി കിടന്ന് ചത്തുപോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു എക്കണോമി ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കേരള മോഡൽ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടല്ല, മറിച്ച് കേരളത്തിനകത്തേക്ക് ഒരുപാട് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റ് ഇതര ഭാഗങ്ങളിലേക്ക് പോവുകയും അവർ കൊണ്ടുവന്ന ഒരു മണിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു എക്കണോമിയെ ചലിപ്പിക്കുന്നത്. കേരള മോഡൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിൽ വരുന്ന ആദിവാസി ദലിത് വിഭാഗങ്ങളെയൊക്കെ തന്നെ സാമൂഹ്യമായിട്ട് പുറന്തള്ളുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രക്രിയ. ഇപ്പം പ്രൊഫസർ കുഞ്ഞാമനൊക്കെ അത് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വികസന അനുഭവമാണ്, അതൊരു മോഡലല്ല. വിദഗ്ധരാലോ എക്കണോമിസ്റ്റുകളായിട്ട് എന്തെങ്കിലും എഴുതിയതോ ലോകത്തിന് എവിടെങ്കിലും കൊണ്ടുവന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, ഇപ്പം ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമുക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മോഡലല്ല കേരളത്തിൻ്റെ ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡെവലപ്മെന്റേ അല്ല, അതൊരു വികസന അനുഭവമാണ്. പ്രൊഫസർ കുഞ്ഞാമൻ പറഞ്ഞതുപോലെ അതൊരു വികസന അനുഭവമാണ്. ആ വികസനാനുഭവം രൂപപ്പെട്ടു വന്നത് കേരളത്തിൻ്റെ പലതരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള ഘടകങ്ങളിലൂടെയും സാമൂഹ്യമായ ചലനങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു 200 കൊല്ലത്തെ ഹിസ്റ്ററി അതിൻ്റെ അകത്തുണ്ട്. കേരളത്തിലെ മനുഷ്യർക്ക് ആയുരാരോഗ്യം ഉണ്ടായത് ഈ ഹോസ്പിറ്റൽ വന്നതുകൊണ്ട് മാത്രമല്ല, ചാളകളിലും ഏറ്റവും പുറമ്പോക്കുകളിലും ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ അന്തസ്സിനെ തിരിച്ചു പിടിക്കുകയും അവർ മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങുകയും നല്ല വസ്ത്രം ധരിക്കുകയും നല്ല പാർപ്പിടത്തിൽ ജീവിക്കുകയും അവർ മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതത്തിലേക്ക് പോവുകയും നല്ല വെള്ളം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടിയാണ് ആ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത്.
അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുന്നത്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയ നമ്മൾ നോക്കില്ല, ഈ കേരളം നടത്തിയിട്ടുള്ള വലിയൊരു വികസനമാണ് ഈ എഡ്യൂക്കേഷൻ മേഖലയെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൻ്റെ 72% എയ്ഡഡ് മേഖലയിലാണ്. അതായത് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ. കേരളത്തിലെ നായർ സമുദായവും ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം SN ട്രസ്റ്റുകളും ഉൾപ്പെടുന്ന സംഘടിത മതസമുദായങ്ങൾ നിയന്ത്രിക്കുന്ന എയ്ഡഡ് മേഖലയാണ് കേരളത്തിൻ്റെ ഈ പറയുന്ന ഈ 72% എന്ന് പറയുന്നത്. അവിടെ ദളിതാദിവാസികൾക്ക് എന്ത് റോളിരിക്കുന്നു? ഈ ഒ പി രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ, അദ്ദേഹത്തിൻ്റെ പിന്നെ എയ്ഡഡ് മേഖല സ്വകാര്യ ജാതി കോളനികൾ, പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർമ്മയായി. ട്രിപ്പുണ്ട്. അത് ഞാൻ നോക്കി പറഞ്ഞുതരാം. അല്ലത് ഒന്ന് പോസ് ചെയ്തേ. ഒ പി രവീന്ദ്രൻ്റെ പഠനമുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ കോളനികൾ എന്ന് പറയുന്നത്. അദ്ദേഹം എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസത്തെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നൊരു പഠനം. അദ്ദേഹത്തിനകത്ത് അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നുണ്ട്. ഈ എയ്ഡഡ് മേഖലയിൽ 0.5% പോലും SC/ST വിഭാഗങ്ങളില്ല. 0.5% പോലും. ഇപ്പം നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കും പോലും ഇപ്പോൾ ഗൾഫിലേക്ക് നമുക്ക് അപ്രാപ്യമല്ലായിരുന്നു. കേരളത്തിലെ ദളിതാദിവാസി കമ്മ്യൂണിറ്റികൾ ഒരിക്കലും ഗൾഫിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് പണയം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അവരുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നില്ല. മറ്റ് സമുദായങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചെന്ന് പറഞ്ഞാൽ കീഴ്ത്തട്ട് സമുദായങ്ങൾക്കാണ്, മധ്യമജാതികൾക്ക് ഉൾപ്പെടെ ഭൂപരിഷ്കരണത്തിലൂടെ ലാൻഡ് കിട്ടുകയും അവർക്കത് പണയം വെച്ചിട്ട് അവർ ഗൾഫിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ അവരത് വിറ്റ് പിന്നെ എയ്ഡഡ് മേഖല ജോലി വിടുകയോ ചെയ്യുമായിരുന്നു. ഇപ്പം കേരളത്തിൽ നടന്ന ഈ വികസന പ്രവർത്തനം പലതും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം കേരളം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ അധികാര വികേന്ദ്രീകരണം. പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം സംഭവിക്കുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. ഈ പറയുന്ന പോലെ അധികാര വികേന്ദ്രീകരണമുണ്ട്. ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു തദ്ദേശീയ പിന്നെ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം, സാമൂഹ്യ കുതിച്ചാട്ടം നടത്തിയെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം പല പഞ്ചായത്തുകളും എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ദളിതാദിവാസികൾ ആവശ്യപ്പെടുന്നതല്ല അവർക്ക് കൊടുക്കുന്നത്. ആ ഗ്രാമസഭ കൂടുമ്പോൾ അവരാവശ്യപ്പെടുന്ന ഭൂമിയോ അവർക്ക് മെച്ചപ്പെട്ട ജീവിതമോ സ്വയം സംരംഭങ്ങളോ മറ്റോ ഒന്നുമല്ല അവർക്ക് കൊടുക്കുന്നത്. അത് അവിടുത്തെ ഗ്രാമസഭയും അവിടുത്തെ ആളുകളും കൂടി അവരൊരു കാര്യം നിശ്ചയിക്കുന്നു. അത് ആടായിട്ടും പട്ടിയായിട്ടും കോഴിയായിട്ടും കിണറുമായിട്ടും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നു. ഇവർക്ക് വേണ്ടതെന്തോ അതല്ല നൽകുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ വികസന പ്രക്രിയ, കേരളത്തിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് പ്രക്രിയ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു പുറന്തള്ളൽ, ഈ ഒരു സാമൂഹ്യ പുറന്തള്ളൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തീരദേശ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോഴും എത്രയോ പതറ്റിക്കായിട്ടാണ് അവരുടെ സിറ്റുവേഷൻ. ദലിതർക്ക് തുല്യമായിട്ടുള്ളൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളത്. വർഷാവർഷം 10,000 കോടിയോളം രൂപ മത്സ്യങ്ങൾ കയറ്റുമതിയും വിപണനവും നടക്കുന്ന ഒരു മേഖലയാണ്. വളരെ ചെറിയൊരു സമൂഹമാണ്. 4% താഴെ വരുന്നൊരു സമുദായമാണ്. കോടിക്കണക്കിനാണ് തീരദേശ മേഖലയുടെ ഇപ്പം ടൂറിസമായിട്ടും വാണിജ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുമൊക്കെ തീര ബീച്ചുകളായിട്ടും മറ്റും മേഖലകൾ ഉപയോഗിക്കുന്നത്, ഹാർബറുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തീരദേശ മേഖലയാണ്. എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും അതിലൊരു ചെറിയ ന്യൂനപക്ഷത്തിനല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നത്? കേരളത്തിൻ്റെ ഭൂമിയുടെ പകുതിയും തോട്ടം മേഖലയാണ്. ഈ തോട്ടമേഖല മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന വൻകിട കുറച്ച് കോർപ്പറേറ്റുകളാണ്. ഒരു സൈഡിൽ ഈ പറയുന്ന ദലിതാദിവാസികളായിക്കോട്ടെ, അതിപിന്നോക്കരായിക്കോട്ടെ, മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനമായിക്കോട്ടെ, മറ്റ് ഏറ്റവും കീഴ്ത്തട്ട് സാമൂഹികങ്ങൾ ഒരു തുണ്ട് ഭൂമിയില്ലാതെ അവർ ഒരു മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ കോടിക്കണക്കിന് കോടാനുകോടി രൂപ വില വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ഭൂമി ഏതാനും ചില കോർപ്പറേറ്റുകൾ കൈയടക്കി വെച്ചിരിക്കുക. എന്തുകൊണ്ട് ഈ കൈയടക്കാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു വന്നത്? കേരളം നടപ്പിലാക്കിയിട്ടുള്ള വികസന നയം കൊണ്ട് സംഭവിച്ചല്ലേ? അല്ലേ? 2013 രാജമാണിക്യ റിപ്പോർട്ട് വന്ന സമയത്ത് ആ റിപ്പോർട്ടിനകത്ത് ഡോക്ടർ രാജമാണിക്യ IAS വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു, കേരളത്തിൻ്റെ 5.25 ലക്ഷം ഏക്കർ ഭൂമി ടാറ്റ, ഹാരിസൺ ഉൾപ്പെടെയുള്ള 10-ഓളം വരുന്ന കോർപ്പറേറ്റുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. സമഗ്ര നിയമനിർമ്മാണത്തിലൂടെ ഈ ഭൂമി ഏറ്റെടുക്കണമെന്നും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഈ ഭൂമി വിതരണം ചെയ്യണമെന്നും. എന്തുകൊണ്ടാണ് സർക്കാർ അത് ഏറ്റെടുക്കാത്തത്?
ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുഴുവൻ പിണറായി സർക്കാർ അട്ടിമറിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഈ കേരളം നമുക്കറിയാം, കോവിഡ് വന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഭക്ഷ്യപ്രതിസന്ധി നമ്മൾ നേരിട്ടിരുന്നു. വലിയ രീതിയിലുള്ള ഭക്ഷ്യപ്രതിസന്ധി നേരിട്ടിരുന്നു. നമുക്ക് ഈ തോട്ടം മേഖലയിലെ ഭൂമി എത്രയോ നന്നായിട്ട് കാർഷികയോഗ്യമൊക്കെ മാറ്റാൻ കഴിയും. സർക്കാർ കോടിക്കണക്കിന് രൂപ നികുതി ഇളവ് നൽകിയിട്ടാണ് അവിടുത്തെ തൊഴിലാളികളുടെ പേരിൽ ഈ തോട്ടങ്ങൾ നിലനിർത്തുന്നത്. ഈ തോട്ടം തൊഴിലാളികളെ തന്നെ നമുക്ക് കാർഷിക മേഖലയിലേക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഭൂമിയില്ലാത്ത മനുഷ്യരെ അവിടുത്തെ മനുഷ്യാധ്വാനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. എന്തുകൊണ്ടാണ് സർക്കാരിനിത്? നമ്മൾ ഒട്ടുമേ സ്വയം പര്യാപ്തമല്ലാത്ത കാർഷിക മേഖലയിൽ 5 ദിവസം നമ്മുടെ അതിർത്തി അടഞ്ഞു പോയാൽ പട്ടിണി കിടന്ന് മലയാളികൾ ചാവും. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സ്വയം പര്യാപ്ത മേഖലയാക്കി ഇവർക്ക് മാറ്റണം നമുക്ക് തോന്നാത്തത്? സ്വത്തുടമസ്ഥ ക്രമത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു വികസനം നമ്മുടെ മുന്നിൽ നമുക്ക് സാധ്യമായിട്ട് വരും. നമ്മുടെ നിരവധിയായിട്ടുള്ള ഭൂമി ലഭിക്കുന്നതോടുകൂടി വിഭവങ്ങളിലും ഭൂമിയിലും ഒക്കെ ഉടമസ്ഥ വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വികസനം നമ്മൾക്ക് സാധ്യമായിട്ട് വരും. ഏറ്റവും നല്ല ഉദാഹരണമാണ്, നമുക്കറിയാം, ഈ ആദിവാസികളിലെ അതിസമ്പന്നരായ ഒരു വിഭാഗമാണ്. ആദിവാസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയര കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മലയര കമ്മ്യൂണിറ്റി തന്നെയുള്ള ക്രിസ്ത്യൻ ആയിട്ടുള്ള മലയര വിഭാഗങ്ങൾ, അവർക്കിടയിൽ ശിശുമരണം ഇല്ല. അവർക്കിടയിൽ ഈ പറയുന്ന ദലിത് കമ്മ്യൂണിറ്റിയെക്കാട്ടിലും വളരെ അന്തസ്സായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ഏതാണ്ട് 10-20,000 വരുന്ന ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് സ്റ്റേറ്റിൻ്റെ അകത്ത് വലിയ നിർണായകമായിട്ടുള്ള അവരുടെ ജനസംഖ്യാനുപാതിയും അതിനെക്കാട്ടിൽ കൂടുതൽ പ്രാതിനിധ്യമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ട്രൈബൽ മേഖലയിൽ ജോലിയുടെ വലിയൊരു ശതമാനം അവർക്കുണ്ട്. അവർക്ക് ഭൂമിയുണ്ട്, സമ്പത്തുണ്ട്. അവർ പലരും കല്യാണം കഴിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ തന്നെ ഈ പറയുന്ന ഇതര ക്രിസ്ത്യൻ സമുദായങ്ങളുമായിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു സാമൂഹ്യ ജീവിതം സാധ്യമായി വന്നത്? അവരിൽ ഒരുപാട് ഉന്നതരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. എങ്ങനെ സാധ്യമായി വന്നത്? പരമ്പരാഗതമായി അവർക്കുണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെടാതിരിക്കുകയും ആ ഭൂമിയിൽ അവർക്ക് ഓണർഷിപ്പ് ഉണ്ടാക്കുകയും അവരവിടെ കൃഷി നടത്തുകയും അവരവിടെ സ്കൂളുകൾ സ്ഥാപിക്കുകയും. അദ്ദേഹത്തിൻ്റെ ഒരു പഠനമുണ്ട്, നമ്മുടെ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ അദ്ദേഹത്തിൻ്റെ ദി ഹില്ലറേൻ എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 1848 തന്നെ മലയര കമ്മ്യൂണിറ്റി അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായിട്ട് പുള്ളി അപ്രോച്ച് ചെയ്യുകയും സ്കൂളുകൾ കെട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ മലയോര മേഖലയിൽ അപ്പോൾ ഇവർ തിരിച്ചു വെക്കുന്നൊരു ഡിമാൻഡ്, നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളുകൾ കെട്ടിത്തരാം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള സ്കൂളുകൾ കെട്ടിത്തരാം. അങ്ങനെയാണ് വലിയ രീതിയിൽ അവിടെ ഈ പറഞ്ഞ കൺവെർഷൻ നടക്കുന്നതും. 100 കണക്കിന് സ്കൂളുകൾ ഈ മലയോര കമ്മ്യൂണിറ്റിക്ക് അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായി വരുന്നത്. സ്കൂളുകൾ, ലാൻഡ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1848, 60, 70, 80 കാലത്ത് ദലിത് കമ്മ്യൂണിറ്റിക്ക് വഴി പോലും നടക്കാൻ പറ്റാത്ത കാലത്താണ് അവർ സ്കൂളുകൾ കിട്ടുന്നത്. എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത്? അവർക്ക് സ്വന്തമായി ഭൂമിയും വിഭവവും സ്വത്തുടമസ്ഥതയുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് മറ്റ് ആദിവാസികളെ സംബന്ധിച്ച് കുഞ്ഞമൻ സാറിൻ്റെ തിസീസിൻ്റെ സംവരണവും ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അതെ, സംവരണം അവർക്ക് കിട്ടുന്നുണ്ട്. അത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. അതിനിപ്പം അവരെ അതിനകത്തുനിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് ആ കാര്യത്തിനകത്തില്ല. ഞാനീ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വത്തുടമസ്ഥതയെ ഉണ്ടാകുന്നതോടുകൂടിയാണ് നമുക്ക് ശരിക്കും ഒരു സാമൂഹ്യ പുരോഗതി ഉണ്ടാകുന്നത്. കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും എന്ന് പറയുന്നതും ഒരു മധ്യവർഗ വികസനമാണ് നടന്നിട്ടുള്ളത്. അത് വളരെ സ്വാഭാവികമായും ഈ പറയുന്ന ദലിതാദിവാസി സമുദായങ്ങളെ പുറന്തള്ളുന്ന ഒരു വികസന പരിപ്രേക്ഷ്യമായിട്ടാണ്, ഒരു വികസന സങ്കല്പനമായിട്ടാണ് നിൽക്കുന്നത്. അവർ എപ്പോഴും വിചാരിക്കുന്നത് ദലിതാദിവാസികൾക്ക് ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട് കൊടുത്താൽ മതി. മുമ്പായിരുന്നെങ്കിൽ ഈ ആടും താറാവും കോഴിയും കൊടുത്താൽ മതി. ഇപ്പോൾ അത് മാറി ലൈഫ് പദ്ധതിയായി, കിറ്റായി, അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനായി. ഈ കൊടുക്കുന്ന സാധനങ്ങളുടെ രൂപങ്ങൾക്കകത്തെ മാറ്റം വരുന്നുള്ളൂ. ഇതെല്ലാം ഒരു ഔദാര്യത്തിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും നേരിടുന്ന വലിയൊരു പ്രതിസന്ധി വെച്ചാൽ, കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്താ വെച്ചാൽ, ഈ വികസനവും സാമൂഹ്യ പുരോഗതിയും കൂടി ഒന്നിച്ചങ്ങ് ക്ലബ് ചെയ്തു എന്നുള്ളതാണ്.
ഈ വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് വളരെ ക്രിട്ടിക്കായിട്ട് സമീപിക്കേണ്ട കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ റോഡുകൾ ഉണ്ടാവുന്നതും പാലങ്ങൾ ഉണ്ടാവുന്നതും വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നതാണ് വികസനം എന്ന് പറയുകയും അതിലേക്ക് ഈ മനുഷ്യരെ ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ റോഡുകളോ പാലങ്ങളോ ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാന ജനതയുടെ സാമൂഹ്യ വികാസത്തിന് പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കുന്നത്. ഈ സാമൂഹ്യ പുരോഗതി സമുദായങ്ങൾ ആർജിക്കുന്നതോടുകൂടിയാണ് അവർ മറ്റൊരു വികസനത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്ന ഒരു കാര്യം സാമൂഹ്യ പുരോഗതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ അടിത്തട്ടിനെ സ്പർശിക്കാത്ത അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത ഒരു വികസന സങ്കല്പമാണ്. അത് തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ഈ ഇപ്പോൾ സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ വികസനം നടക്കുന്നു. ഇപ്പോൾ കിഡ്ബി വഴിയൊക്കെ ആയിരക്കണക്കിന് കോടി രൂപ വികസനം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വിഹിതം യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല. അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ ഭൂമി കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ഭൂമി കൊടുക്കരുതെന്നുള്ള ഒരു നയം സർക്കാരിനുള്ളതുപോലെയാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതായത് ദളിതരൊരിക്കലും അല്ലെങ്കിൽ ദളിതാദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ പാർശ്വവൽക്കൃതർ മൊത്തത്തിൽ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കരുത് എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഉള്ളതുപോലെയാണ് തോന്നുന്നത്. പലപ്പോഴും ഇപ്പോൾ തന്നെ ഈ പാർശ്വവൽക്കരണം പ്രക്രിയ കൂട്ടുന്ന ഒരു നയമാണ് ഈ ഫ്ലാറ്റ് കോളനികളിലൂടെ വരുന്നത്. ആ ഒരു ഉത്സാഹം ഭൂമി കൊടുക്കുന്ന കാര്യങ്ങളിലില്ല. ഫ്ലാറ്റ് കോളനിക്കാണ് കൂടുതൽ താല്പര്യം വരുന്നത്. അപ്പോൾ അത് ഈ ലൈഫ് പദ്ധതിയുടെ അഴിമതിയൊക്കെ അത് ഒരു ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഭൂമി കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഒരു നയമേ അല്ല. അങ്ങനെ ഇപ്പം 10,000 കോടി മുടക്കി അല്ലെങ്കിൽ 1,00,000 കോടി മുടക്കി സിൽവർ ലൈൻ പണിയാൻ താല്പര്യമുള്ള ഒരു സർക്കാർ നേരെ വെച്ച് 10,000 കോടി മുടക്കി ദളിതരുടെ ഭൂമി പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഒരു ഭൂരഹിത കേരളം പദ്ധതി എന്നൊരു പദ്ധതിയൊക്കെ ആരംഭിച്ച് ഭൂരഹിതരില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഭവനരഹിതരില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ളൊരു നയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നയപരമായ ഒരു കാഴ്ചപ്പാട് പോലും ഇടതുപക്ഷം ഈ 9 കൊല്ലം പുലർത്തിയില്ല എന്ന് അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത് വസ്തുതാപരമായി ശരിയാണ്. തീർച്ചയായിട്ടും. ഫാൻ ഓഫ് ചെയ്ത് ഞാൻ എന്നിട്ട് വിശദീകരിക്കും. ഈ കേരളത്തിലെ വികസന പ്രക്രിയ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ദലിതാദിവാസികളെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയ. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് പ്രക്രിയ എന്ന് പറയുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ഇതിന് ഫണ്ട് വിനിയോഗിക്കുന്നത് മുഴുവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് വൻകിട പ്രൊജക്റ്റുകൾ മുഴുവൻ ഇപ്പോൾ കിഫ്ബിയാണ് ചെയ്യുന്നത്. കേരളത്തിലെ 2025-26 നമ്മൾ പദ്ധതി ചെലവ് വരുമാനം റവന്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഏതാണ്ട് 1,94,96 കോടിയോളം വരും. ചിലവ് ഏതാണ്ട് 2,00,000 കോടിക്ക് മുകളിലും വരും. ഇതിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ സർക്കാരിൻ്റെ തനത് പദ്ധതി വിഹിതത്തിൻ്റെ ഏതാണ്ട് 30,000 കോടി വരുന്നതിൻ്റെ ഒരു 10% വരുന്ന 3,000 കോടി അടുപ്പിച്ചുള്ളൊരു ഒരു പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ളൂ. ബാക്കി വരുന്നത് മുഴുവൻ കിഫ്ബിക്കാണ്. കിഫ്ബി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ വലിയ ഫണ്ടിൻ്റെ കിഫ്ബി അങ്ങനെ വൻകിട പൈസ വലിയ രീതിയിലൊന്നും എടുത്തിട്ടല്ല ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സർക്കാരാണ് അതിൻ്റെ സെക്യൂരിറ്റി. നമ്മൾ നികുതി കൊടുക്കുന്ന പൈസ തന്നെയാണ് കിഫ്ബി എടുത്തിട്ട് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. ഈ എക്കണോമിക് റിവ്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് ഒരു 10,000-40,000 കോടിയുടെ പ്രൊജക്റ്റുകളാണ് ഇപ്പം ഇപ്പം പദ്ധതിയായിട്ട് വന്നിട്ടുള്ളത്. ഈ 1 കോടി രൂപയ്ക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിനിയോഗിക്കുന്ന പൈസയ്ക്കകത്ത് 1 രൂപ പോലും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് വിനിയോഗിക്കുന്നില്ല. ഈ 2,00,000 കോടിയുടെ നമ്മുടെ ചെലവെന്ന് പറയുമ്പോൾ വിനിയോഗിക്കപ്പെടുമ്പോൾ ഭരണഘടനാപരമായി അതിനകത്ത് അതിൻ്റെ നിശ്ചിത ശതമാനം അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഫണ്ട് ഈ കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പൊതുവായി വിനിയോഗിക്കുന്ന ഫണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്തൊക്കെ പെടുന്ന സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരും. പക്ഷെ ആ പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. ഈ കിഫ്ബിയിലൂടെ വിനിയോഗിക്കുന്ന ഫണ്ടിൻ്റെ വലിയ രീതിയിൽ വിനിയോഗിക്കുന്ന ഫണ്ടിൻ്റെ എന്തുകൊണ്ടാണ് നിശ്ചിത ശതമാനം എമൗണ്ട് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയാത്തത്?
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ TSP SVP ഫണ്ടാണല്ലോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ടാണല്ലോ അവരുടെ ഗൃഹനിർമ്മാണം, അവരുടെ ഈ പറയുന്ന പോലെ റോഡ് നിർമ്മാണം, ഊര് വികസനം, അങ്ങനെയുള്ള മറ്റു പലതരത്തിലുള്ള പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ ഫണ്ട് കിഫ്ബിയിൽ നിന്ന് വകയിരുത്താൻ കഴിയാത്തത്? അതും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണല്ലോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഗൃഹനിർമ്മാണം ഏറ്റവും ഈ പറയുന്ന 4 ലക്ഷമല്ല, 4 ലക്ഷം രൂപയ്ക്ക് ഇന്ന് ഒരു ബസ് സ്റ്റാൻഡ് പോലും പണിയാൻ പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ MLA-മാരുടെയും MP-മാരുടെയും അവർ പണി വെച്ചിരിക്കുന്ന ബോർഡ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് മെറ്റീരിയലിനൊക്കെ പൈസ കൂട്ടിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ പറയുന്ന പല സർക്കാർ പരസ്യം കൊടുക്കുന്ന പല വീടുകളും 4 ലക്ഷം രൂപയുടെ വീടെന്ന് പറയുന്നത് പലതും 4 ലക്ഷം രൂപയൊന്നുമല്ല. അതിന് ആ വീട്ടുകാരും കൂടി ചിലവാക്കുന്ന 2, 3, 4 ലക്ഷം രൂപയുടെ ചേർത്തുള്ള വീടാണ് ഇവർ പണിയുന്നത്. ഇതോടെ ഫോട്ടോ എടുത്തിട്ടാണ് ഈ പൈസയും കൂടെ ചേർത്തുള്ള പണിയുന്ന വീട് എടുത്ത് ഫോട്ടോ എടുത്തിട്ടാണ് ലൈഫിൻ്റെ വീടെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ എടുക്കുന്നത്. അത് വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് കിഫ്ബിക്ക് പണം മുടക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനൊരു നയമേ സർക്കാരിനില്ല? എന്ന് പറഞ്ഞാൽ സർക്കാർ മുടക്കുന്ന ഏതാണ്ട് ഈ 2 ലക്ഷം കോടി രൂപയോളം സർക്കാർ ചെലവഴിക്കുമ്പോൾ അതിലേതാണ്ട് 1 കോടി രൂപയോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് ഈ പറയുന്ന കിഫ്ബി ഏറ്റെടുത്ത് നടക്കുമ്പോൾ അതിൻ്റെ വിഹിതം നോക്കിയാൽ ഒരു 10,000 കോടി രൂപയെങ്കിലും ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് മാറ്റാൻ പറ്റും. വരുന്ന ഒരു 10-15 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ പുരോഗതി ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരത് ചെയ്യുന്നില്ലല്ലോ. അങ്ങനൊരു നയവേ ഇടതുപക്ഷ സർക്കാരിനില്ല. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ വികസനത്തിന്, സാമ്പത്തിക വികസനത്തിന്, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കിഫ്ബി എന്നുള്ള വിഹിതം ഉപയോഗിക്കണമെന്നാണ്. കിഫ്ബി ഉപയോഗിക്കുന്ന എത്ര ഫണ്ടാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ 10% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് വിനിയോഗിക്കണം. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണ് ആ ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലാൻഡ് എന്തുകൊണ്ട് ലാൻഡ് മേടിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സർക്കാരിൻ്റെ സ്കീംസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫണ്ട് എടുത്തിട്ടാണ് ഈ ആശിക്കും ഭൂമി ആദിവാസിക്ക് അല്ലെങ്കിൽ ഭൂരഹിത പദ്ധതികളൊക്കെ തന്നെ SC/ST ഫണ്ടുകൾ എടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ ഫണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നത്. എന്താ ഇതിൻ്റെ ആവശ്യമുള്ളത്? ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാനായിട്ട് കിടക്കുന്നത്. ഇപ്പം തോട്ടം മേഖലയിലെ ഭൂമി എടുത്ത് ഈ മനുഷ്യരെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്താൻ പറ്റില്ല. നേരെ മറിച്ച് ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന 5.25 ലക്ഷം ഏക്കർ ഭൂമി പല മേഖലകളിൽ നിന്നും ഏറ്റെടുക്കാനുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് വിതരണം ചെയ്യേണ്ടുന്ന 16,000 ഏക്കർ ഭൂമിയോളം കേസിൽ പെട്ട് കിടക്കുകയാണ്. ഈ ഭൂമി സർക്കാരിന് നിയമനിർമ്മാണം നടത്തി ഏറ്റെടുത്താൽ തന്നെയും ഒരു ഭൂരഹിതരായിട്ടുള്ള ഒരു ദളിത് കുടുംബത്തിന്, ഒരു ദളിതാദിവാസി കുടുംബത്തിന് മിനിമം 7-8 സെന്റ് വെച്ച് കൊടുക്കാൻ പറ്റും. കേരളത്തിൻ്റെ 2019 അന്നത്തെ റവന്യൂ മിനിസ്റ്റർ നിയമസഭയിൽ കൊടുത്ത കണക്ക് പ്രകാരം കേരളത്തിന് 11 ലക്ഷം ഏക്കർ റവന്യൂ ലാൻഡാണ് സംഘടിത സമുദായങ്ങളും മതസ്ഥാപനങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ 5% മതിയല്ലോ. 5% ഈ മനുഷ്യർക്ക് അവരുടെ വാസയോഗ്യമായിട്ടുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ. 5.25 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിലായിട്ട് 5.25 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമി ഇതൊക്കെ സർക്കാരിൻ്റെ ഭൂമിയാണ്. നിയമപരമായി യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ആ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് തുടക്കം കുറിച്ചിരുന്നു. 2013 രാജമാണിക്യ റിപ്പോർട്ട് വരികയും ഡോക്ടർ രാജമാണിക്യ IAS സ്പെഷ്യൽ ഓഫീസറായിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം ഹാരിസണിൻ്റെ ഏതാണ്ട് 38,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനും TRNDയുടെ, ബ്രൈമൂറിൻ്റെ, അങ്ങനെ അതുപോലെ തന്നെ വയനാടുള്ള വിവിധ തോട്ടമേഖല ഭൂമികൾ ഏറ്റെടുക്കാനായിട്ട് ഷോക്കേസ് ലെറ്റർ കൊടുക്കുകയും ചെയ്തു. പിണറായി സർക്കാർ 2016 അധികാരമേറ്റ ഉടനെ ആദ്യം ചെയ്തത് അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് ഈ കേസുകൾ മുഴുവൻ കോടതിയിൽ വാദിക്കുകയും സർക്കാരിന് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്ത സുശീല R. ഭട്ടിനെ ആ കേസിൽ നിന്ന് മാറ്റി ചെയ്ത്.
എന്നിട്ട് അന്ന് CPI പറഞ്ഞത്, CPIയുടെ വകുപ്പാണല്ലോ റവന്യൂ, അവർ പറഞ്ഞു ഞങ്ങൾ സുശീൽ ആർ ഭട്ടിനെക്കാട്ടിൽ വലിയ ഒരു അഡ്വക്കേറ്റിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കൊണ്ടുവരുമെന്ന്. എന്നിട്ട് അവർ കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, പിന്നീട് കൊണ്ടുവന്ന രഞ്ജിത്ത് അംബാനാണെങ്കിലും KV സോഹനാണെങ്കിലും ഒക്കെ തന്നെ ഹാരിസന് വേണ്ടി കോടതി ഹാജരായ ആൾക്കാരാണ്. ടാറ്റയ്ക്കെതിരെ 9 കേസ് എടുത്തിരുന്നു UDFന്റെ കാലത്ത്. 47 കേസുണ്ടായിരുന്നു ഹാരിസന്. വിവിധ ഈ പറയുന്ന തോട്ടം കുത്തുകൾക്കെതിരെയൊക്കെ കേസ് എടുത്തിരുന്നു. നമ്മുടെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിലെ KP യോഹന്നാനെതിരെ ഉൾപ്പെടെ ഈ കേസുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തു. ഒരു കേസ് പോലും മുന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല, ഈ തോട്ടം ഭൂമി ഏറ്റെടുക്കൽ മുഴുവൻ പിണറായി സർക്കാർ അട്ടിമറിച്ചു. അപ്പോൾ ഏറ്റെടുക്കാൻ ഇവിടെ ഭൂമിയുണ്ട്, സമഗ്ര നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കാൻ കഴിയുമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും പരിശോധിക്കാതെ ഈ ഭൂമി മുഴുവൻ നിശ്ചിത കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും കൈയടക്കി അനുഭവിക്കാൻ ഇവർ ഒത്താശ ചെയ്ത് കൊടുക്കുകയും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ദലിതാദിവാസി കുടുംബങ്ങൾ, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ, അതിപിന്നോക്കരായ മനുഷ്യർ യാതൊരു വിധത്തിലുള്ള ഭൂമിയോ സ്വത്തുടമസ്ഥത ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. അട്ടപ്പാടിയിൽ തന്നെ എത്രയോ ഏക്കർ ഭൂമിയാണ് അവിടെ പോഷകാഹാരക്കുറവ് കൊണ്ട് മനുഷ്യർ മരിച്ചു വരുമ്പോൾ ഇവരിവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി മനുഷ്യർക്ക് കൊടുക്കുക. ലോകത്ത് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ, ഇത്രയധികം അധാർമികമായ ഒരു പദ്ധതി ഉണ്ടാവും. മനുഷ്യർ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുമ്പോൾ, പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഇവർ നടപ്പിലാക്കുന്ന വികസന കാഴ്ചപ്പാടിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് മനസ്സിലാകാത്തത്? ഇപ്പം അട്ടപ്പാടി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷവും ശിശുമരണം സംഭവിച്ചൊരു സ്ഥലമാണ്. ഈ ശിശുമരണം സംഭവിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ഇരുള കമ്മ്യൂണിറ്റി മേഖലകളിലാണ്. എന്തുകൊണ്ടാണ്? അവരാണ് ഈ പറയുന്ന ഭൂമിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട മനുഷ്യർ. അവർക്കാണ് ഭൂമിയിൽ സ്വത്തുടമസ്ഥയില്ലാതെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷവും. അവിടെ ഇപ്പം അട്ടപ്പാടിയിൽ 3 കമ്മ്യൂണിറ്റികളുള്ള ഇരുളരുണ്ട്, കുറുമ്പരുണ്ട്, അതുപോലെ തന്നെ മുടുകരുണ്ട്. ഈ ഇരുള കമ്മ്യൂണിറ്റി ഒഴിച്ചിട്ട് കുറുമ്പ ബെൽറ്റിൽ, അതായത് നമ്മുടെ മുക്കാലി തൊട്ട് ചിണ്ടയ്ക്ക് തൊട്ട് ആനവായി ഈ കടുകമണ്ണ വരെ വരുന്ന ഒരു വലിയ മേഖലയുണ്ട്. ആ മേഖലയിൽ വരുന്ന ആദിവാസികൾക്ക് ശിശുമരണം ഇല്ലല്ലോ, അവർക്ക് മറ്റ് പോഷകാഹാരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ, അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ച് അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ കൃഷിയുണ്ട് അവിടെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ ഒരു പരിധി വരെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർ ആവാസ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിതം സാധ്യമാണ്. തിരിച്ച് ഇരുള മേഖലയിൽ നോക്കിയാൽ അതല്ല. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് പ്രക്രിയ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ പുറന്തള്ളുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ആദ്യമൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സർക്കാർ ഈ അവരുടെ അനാസ്ഥ കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. യഥാർത്ഥത്തിൽ അനാസ്ഥ കൊണ്ടല്ല, ഇത് ബോധപൂർവം സംഭവിക്കുന്ന. യഥാർത്ഥത്തിൽ ആദിവാസികൾ ഇത്രയും മോശപ്പെട്ട സാമൂഹ്യ അവസ്ഥയിൽ ജീവിക്കേണ്ട സ്റ്റേറ്റിൻ്റെ ആവശ്യം. ആദിവാസികളുടെ വീടുകൾ ചോർന്നൊലിക്കേണ്ടതും അവരുടെ വീട് പണിഞ്ഞ് 2-ാം വർഷം തന്നെ ചോർന്നൊലിക്കുകയും 5-ാം വർഷം തകർന്നു പോവുകയും റോഡുകൾ എല്ലാ വർഷവും തകർന്നു പോവുകയും ചെയ്യേണ്ട സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. കാര്യം എന്താ വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് വകയിരുത്തുന്ന ഫണ്ടിൻ്റെ 40% ഉപയോഗിക്കുന്ന ഗൃഹനിർമ്മാണത്തിനാണ്. ഏതാണ്ട് 70% ഉപയോഗിക്കുന്നത് ഗൃഹനിർമ്മാണത്തിനും ഈ പറയുന്ന റോഡ്, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു നിശ്ചിത കാലയളവിൽ ഈ വീട് തകരുകയും റോഡുകൾ തകരുകയും ഇത് തകർന്നു പോയെങ്കിൽ മാത്രമേ ഇവർക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആദിവാസികളെയും ദലിതരെയും ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ നിലനിർത്താൻ സർക്കാർ കഷ്ടപ്പെടുക. സർക്കാർ വകുപ്പ് ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇവരെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇവർ ഈ വികസന പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത്. നമ്മൾ പുതിയൊരു വികസന സങ്കല്പനം രൂപപ്പെടുത്തി എടുത്തിരുന്നാൽ മാത്രമേ കേരളത്തിൻ്റെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. റോഡുകളും തോടുകളും ഇതൊക്കെ തന്നെ പാലങ്ങളുമായിട്ടൊക്കെ വരട്ടെ, അതിനപ്പുറത്ത് ഡെവലപ്മെൻ്റ് അല്ല, പുരോഗതി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ രോഗാവസ്ഥ, അവൻ്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ നേരിടുന്ന ഒട്ടനവധിയായിട്ടുള്ള ദുരിതങ്ങളുണ്ട്. ഈ ദുരിതങ്ങളുടെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുന്നൊരു ജീവിതാവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ
അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക അവസ്ഥയെ വികസിപ്പിക്കാൻ കഴിയുന്ന, സാമൂഹിക പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വികസന പദ്ധതികളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസ മേഖലയിൽ സ്വയം സംരംഭങ്ങൾക്കായി, സ്ത്രീകളുടെ പുരോഗതിക്കായിട്ട്, അല്ലെ സ്ത്രീകളുടെ സ്വാശ്രയത്വത്തിന് വേണ്ടി, അവരുടെ സാമ്പത്തികമായ നിലനിൽപ്പിന് വേണ്ടി ഒക്കെ തന്നെ എങ്ങനെയാണ് വികസിക്കാൻ കഴിയുന്നത്. നമുക്കിന്ന് കോളനികളുണ്ട്. ഈ കോളനികളെ ഡീകോളനൈസ് ചെയ്ത് മെച്ചപ്പെട്ട വീടുകളും മെച്ചപ്പെട്ട സ്വയം തൊഴിലുകളും ഈ പറയുന്ന പലതരത്തിലുള്ള സാമൂഹിക ജീവിതം സാധ്യമാകുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രക്രിയയെ കൊണ്ടുവരാൻ കഴിയുന്ന, സാമൂഹിക പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മളിപ്പം നിൽക്കുന്ന ഈ പറയുന്ന ക്രൈസിസിനെ, ഈ പ്രതിസന്ധിയെ നമ്മൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സർക്കാരുകൾക്കും ഈ ഒരു നയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത എന്താ വെച്ചാൽ, ഈ സാമൂഹ്യക്ഷേമ പെൻഷനും കിറ്റും ഈ റേഷനുമൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഔദാര്യമായി തരുന്നതാണ് വലിയ വികസനം എന്ന് പറയുന്ന ഒരു വലിയ പ്രചാരണം, ഒരു ക്യാമ്പയിൻ കേരളത്തിനകത്ത് അവർ നടത്തി. അത് വലിയ രീതിയിൽ മേൽക്കൈ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ മതി, ഞങ്ങൾ തരുന്ന മറ്റ് രാജഭരണത്തെ കാലത്തെ പോലെ ആവശ്യപ്പെടുന്നതല്ല നമുക്ക് തരുന്നത്, മറിച്ച് നിങ്ങൾ ഒരു ജനത അവർക്ക് ഭൂമി വേണം, സ്വത്തുടമസ്ഥത വേണം, വിഭവത്തിൽ അധികാരം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് കിറ്റും റേഷനും സാമൂഹ്യ പെൻഷനും തന്നേക്കാം, നിങ്ങൾ അതുകൊണ്ട് സംതൃപ്തരായി പോയിക്കൊള്ളണം, തിരിച്ചൊരു വർഷം മിണ്ടരുതെന്ന് പറയുന്ന ഒരു രാജഭരണത്തെ കാലത്തെ പോലെ ഇവരെ പൗരന്മാരായി കാണാതെ പ്രജകളായി കാണുന്ന ഒരു വികസന നയമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ദുരന്തഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.